ഇറ്റ്സ് മീ ശ്വേതാപ്പി. ഇത് നമ്മുടെ കേദർകണ്ട സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയില് കേദർകണ്ട ബേസ് ക്യാമ്പ് എത്തുന്നതും അവിടുന്ന് വെളുപ്പിന് 2 മണിക്ക് കൂരിരുട്ടത്ത് കൊടും തണുപ്പുള്ള മഞ്ഞിലൂടെ അതും ഒട്ടും വയ്യാതിരുന്നിട്ടും ഞാൻ ആ കേദർകണ്ട സമ്മിറ്റിലേക്ക് എങ്ങനെ എത്തിയെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അത് മാത്രമല്ല, മഞ്ഞു മൂടിയ മലയിലേക്കുള്ള ഈ ട്രെക്കിംഗ് പാക്കേജിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യമേ കാണണേ. ഇന്നലെ നമ്മൾ ക്യാമ്പ് ചെയ്ത ജുഡാക്ക തലാബ് ക്യാമ്പ് സൈറ്റിലെ ടെന്റിലാണ് രാവിലെ തന്നെ ഉറക്കമുണർന്നത്. മരവിപ്പിക്കുന്ന തണുപ്പിലാണ് കിടന്നുറങ്ങിയതെങ്കിലും രാവിലെ ടെന്റ് തുറന്നപ്പോൾ കണ്ട ഈയൊരു കാഴ്ച അത്ര ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലായിടത്തും മഞ്ഞ് തന്നെയാണേ. എഴുന്നേറ്റുള്ളൂ, നല്ല തണുപ്പാണ്. ഇന്നലെ അത് ഉറങ്ങാനൊന്നും പറ്റിയില്ല. കോള് കാരണം മൂക്ക് രണ്ടും ബ്ലോക്കായിട്ട് എഴുന്നേറ്റിരിക്കായിരുന്നു കുറെ നേരം. വ്യൂ കാണിച്ചായിരുന്നു. ഇത് പറഞ്ഞിട്ട് എൻ്റെ അങ്ങനെ ഞാൻ ദേ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ധാബയിലേക്ക് നടക്കുവാണേ. അവിടെ എന്തെങ്കിലും ചൂടോടെ കുടിക്കാനും കഴിക്കാനും ഒക്കെ കിട്ടും. പിന്നെ ദേ എൻ്റെ ഷൂസ് നോക്കിക്കേ, അതിലിട്ടിരിക്കുന്ന ക്രാംബോൺസ് കണ്ടോ? ഇതിനെ മൈക്രോസ്പൈക്സ് എന്നും വിളിക്കും. ഈ സ്നോയിലൂടെ ട്രെക്ക് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഗിയർ ആണ് ഇത്. സ്ലിപ്പാവാതെ വളരെ ഈസി ആയിട്ട് നല്ല ഗ്രിപ്പോടെ നടക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ധാബ. ചൂടോടെ ഒരു ചായ കുടിക്കാനായിട്ട് വന്നേക്കുവാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം വിശപ്പടക്കാനായിട്ടുള്ള ചെറിയ സ്നാക്സും ചായയും ഒക്കെ ഉള്ളു കേട്ടോ. എന്തായാലും തണുത്തു മരവിച്ചാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് എല്ലാരും ഇവിടെ ചൂട് കൊള്ളാനായിട്ട് വന്നിരിക്കുവാണേ. ദേ നോക്കി, ഈ രീതി ഇവിടെ ഇഞ്ചിയാണ് ചതച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ലപോലെ ചതച്ചെടുത്ത ഇഞ്ചിയും പാലും ചായപ്പൊടിയും ഒക്കെ ഇട്ടുണ്ടാക്കിയ നല്ലൊരു അടിപൊളി അദ്രക്ക ചായ അഥവാ ജിഞ്ചർ ടീ കുടിക്കാനാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഗ്രീൻ ടെന്റ് ടോയ്ലറ്റ് ആണ്. എന്തായാലും ടോയ്ലറ്റിന്റെ മുന്നിലുള്ള വ്യൂ കൊള്ളാം. പിന്നെ ജിഞ്ചർ ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ത്രോട്ടിന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളുള്ളപ്പോൾ എനിക്ക് പുറത്തിറങ്ങി ഇതൊക്കെ ഓടി നടന്ന് ആസ്വദിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോഡിക്ക് എനർജി കിട്ടുമ്പോൾ തന്നെ ഞാനിവിടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എങ്ങനെയല്ലേ അസുഖം മാറണേ. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഈ ജുഡാക്ക തലാബ് ക്യാമ്പ് സൈറ്റിൽ നിന്ന് കേദാർകണ്ട ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ള പാക്കിങ്ങിലാണ് കേട്ടോ. ഞാൻ ആദ്യമേ റെഡിയായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ മ്യൂൾസിന്റെ പുറത്ത് കയറ്റി ബേസ് ക്യാമ്പിലേക്ക് വിടാൻ വെച്ചിരിക്കുന്ന കുറച്ചു പേരുടെ ബാഗുകളാണ്. എനിക്ക് വയ്യാത്തത് കൊണ്ടും ഫുഡൊന്നും അധികം കഴിക്കാത്തത് കൊണ്ടും മുകളിലേക്ക് ബാഗ് തൂക്കി കയറാനുള്ള എനർജി എന്തായാലും എനിക്കില്ല. അങ്ങനെ എല്ലാവരും വലിയ ആവേശത്തോടെ ഇവിടെ നിന്നുള്ള ട്രെക്ക് തുടങ്ങിയിട്ടോ. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഈ ജുഡാക്ക തലാബ് ക്യാമ്പ് സൈറ്റിൽ നിന്ന് കേദാർകണ്ട ബേസ് ക്യാമ്പിലേക്ക്. ശരിക്കും ഈ ജുഡാക്ക തലാബ് ഇവിടെയുള്ളൊരു ലേക്കിന്റെ പേരാണ്.
ആ ലേക്കിന്റെ സൈഡിലൂടെ ആയിരിക്കും നമ്മളിപ്പോ പോകുന്നത്. ജുഡോക്ക താലാബിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ ക്യൂ ആണെന്നറിയോ. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നിറയെ ആൾക്കാരാണ് ഇവിടെ. ഉണ്ടോ? ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടും വഴി തീരെ ചെറുതായത് കൊണ്ടും നമ്മൾ സ്ലോ പേസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. കേറിക്കൊണ്ടിരിക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ കുത്തനെയുള്ള കയറ്റം തുടങ്ങി. ചിലരൊക്കെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് കാണാം. ചിലരിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്നത് ഇവിടെ പതിവാണ്. ഫുള്ള് മഞ്ഞ്. കണ്ടോ? മഞ്ഞിരിക്കുന്ന കാണാൻ നല്ല രസമില്ലേ? ആ മരത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നടക്കുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ വീഴുവാ. രാത്രിയിൽ പെയ്ത മഞ്ഞ് മരച്ചില്ലകളിൽ നിന്നും വെയിലിൽ തട്ടി തിളങ്ങിക്കൊണ്ട് താഴേക്ക് വീഴുന്ന ഈയൊരു കാഴ്ച ശരിക്കും ഒരു മാജിക് പോലെ തോന്നി എനിക്ക്. ഇവിടെ കുറച്ചു നേരം നിശബ്ദമായിട്ട് നിന്ന് ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ണിറയെ കാണണമെന്ന് തോന്നി എനിക്ക്. പക്ഷെ പിറകിൽ നിന്നും ചലോ ചലോ എന്ന് പലരും ഉച്ചത്തിൽ പറയുന്നത് കേൾക്കായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ നിരാശയോടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഇത്രയും അധികം ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ പൊതുവെ പോകാറില്ല. അതിന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ. Judoka talat 100 feet despite of my sickness. Super. Okay. ഇവിടെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇടക്കിടക്ക് മരത്തിലുള്ള മഞ്ഞൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഒരിത്തിരി വെയിൽ തൊട്ടിപ്പോ എന്തൊരു ആശ്വാസം ഉണ്ടെന്നറിയോ. നമ്മൾ ഈ ട്രക്കിംഗ് ടീമിന്റെ കോർഡിനേറ്റർ ആണ്. ഇവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും ഇവരെ കോണ്ടാക്ട് ചെയ്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവർ. ഈ ഒരു ക്യാമ്പ് സൈറ്റിലൊക്കെ നോക്കിക്കേ, നിറയെ ആളുകളുണ്ട്. സീസൺ ആയതുകൊണ്ട് തന്നെ ടെൻസ് ഒക്കെ ഫുൾ ഓക്യുപ്പൈഡ് ആണ് ഇവിടെ. അങ്ങനെ നമ്മള് ജുഡോക താലാബിൽ എത്തിട്ടോ. നോക്കിക്കേ, ഇത് ഫുള്ള് ഫ്രോസൺ ആയി കിടക്കുവാ. ഇവിടെയൊക്കെ ഇതുണ്ടോ? ഇവിടെ എല്ലായിടത്തും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോ താഴ്ന്നു പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവര് നമ്മുടെ ട്രക്കിംഗ് ടീമിലുള്ളവരാണ്. നമ്മുടെ ടീമിന്റെ പേരെന്താ? ഇതാണ് ലീഡർ. പേരറിയില്ല. സ്വർഗാരോഹൺ. മാർച്ചൊക്കെ ആവുമ്പോ ഈ ഒരു ലേക്ക് ഫുള്ള് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊരു വേറെ തന്നെ ഭംഗിയായിരിക്കും. ഇവിടെ കുറെ പേര് സ്നോയിൽ കിടന്ന് ആർമാദിക്കുവാണ്. സ്നോ വാരി എറിയുന്നു, സ്ലൈഡ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ. ഇതൊക്കെ കണ്ടപ്പോ എനിക്കൊന്ന് സ്ലൈഡ് ചെയ്യാൻ തോന്നി. സ്ലൈഡ് ചെയ്യാൻ അങ്ങനെ ലേക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് സെൽഫി ഒക്കെ എടുത്ത് ഇവിടുന്ന് വീണ്ടും ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മള് ജുഡോക താലാബിന്ന് ഇവിടെ കേദാർകാന്ത പീസ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം നടന്ന് ഇവിടെ ഒരു
ഷോപ്പൊക്കെ ഉണ്ട്, എല്ലാരും ഇവിടെ നിർത്തിയേക്കുക. ചായ അത് കുടിക്കാറുണ്ടോ അവിടെ നിന്ന്. ഇങ്ങനെയുള്ള ട്രക്കുകളിൽ ഇടക്കിടക്കുള്ള ഈ ധാബകളൊക്കെ നമുക്കൊരു ആശ്വാസം തന്നെയായിരിക്കും. ഞാൻ പിന്നെ ധാബയിൽ നിന്ന് ഒരുപാടൊന്നും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പ്രോട്ടീൻ ബാർസും നട്ട്സും ഒക്കെ തന്നെയായിരുന്നു എനർജിക്ക് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടേയിരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണേ. അതിവിടെ നിന്നുള്ള ഈ വ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രത്തോളം ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മഞ്ഞിന്റെ കട്ടിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഇതുപോലെ മഞ്ഞിലൂടെ വഴി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് എത്താറായിട്ടുണ്ട്. കേദാർനാഥ് ബേസ് ക്യാമ്പ് എത്തിയേ. ബേസ് ക്യാമ്പിലുള്ള ഒരു ധാബയിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ടീമിലുള്ള എല്ലാവരും എത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവാൻ. ഈ ഒരു ബേസ് ക്യാമ്പിൽ തന്നെ ഒരുപാട് ക്യാമ്പ് സൈറ്റ്സ് ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ദൂരെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. വെളുത്ത മഞ്ഞിലൂടെ ഒരു കൂട്ട ഉറുമ്പുകൾ കുനുകുന നടന്നു പോകുന്നത് പോലെയില്ലേ. നല്ലൊരു സ്ലോപ്പിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ചെറിയൊരു വഴിയേ ഉള്ളൂ ഇവിടെ. പിന്നെ സ്നോ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മിനിമം ഒരു കാറ്റഗറി 3 സൺഗ്ലാസ് എങ്കിലും കയ്യിൽ കരുതണം. വെയിലുള്ള സമയത്ത് സൺഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ സ്നോ ബ്ലൈൻഡ് ആവും. അതായത് കണ്ണടിച്ച് പോകാൻ വരെ ചാൻസ് ഉണ്ട്. ഇവിടെ കയറാൻ പറ്റാത്ത വരെ തിരിച്ച് കഴുതപ്പുറത്ത് കൊണ്ടുവരും. ഞാൻ വിചാരിച്ച എന്നെയും കഴുതപ്പുറത്ത് കൊണ്ടുവരേണ്ടി വരും. എനിക്ക് എൻ്റെ ലിമിറ്റ് അറിയില്ലായിരുന്നു ഇത്രത്തോളം ഉണ്ടെന്ന്. കാരണം ചുട്ടും വയ്യായിരുന്നു ഇന്നലെയൊക്കെ. പക്ഷേ മൈ ഗോഡ്, കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഇത്രയും വയ്യാനിട്ടും വിട്ടുകൊടുത്തില്ല, കയറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ബേസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇവിടെ വന്ന പാടെ ആദ്യം ചെയ്തത് സ്ട്രെച്ചിങ് ആയിരുന്നു. നമ്മുടെ ബോഡി മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനായിട്ട് ട്രെക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സ്ട്രെച്ചിങ്. ഇതാണ് ടോയ്ലറ്റ്. രണ്ടെണ്ണമുണ്ട്, ജെന്റ്സിനും ലേഡീസിനും. പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും നമ്പർ 1ഉം നമ്പർ 2ഉം. അങ്ങനെ 3 മണിക്ക് എത്തി ലഞ്ചൊക്കെ കഴിച്ച് ടെന്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 5 മണിയായിട്ടുണ്ട്. ഈ ടൈമിൽ വ്യൂ ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും. ഒരു 7 മണിക്ക് ഡിന്നറും കഴിച്ച് ഒരു 8 മണിയാവുമ്പോഴേക്കും കിടക്കണം. കാരണം വെളുപ്പിനെ 1:30 എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 2:30 ആവുമ്പോഴേക്കും സമ്മിറ്റ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. എല്ലാരും നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഇരുട്ടായതുകൊണ്ട് എല്ലാവരുടെയും ഹെഡ് ലാമ്പ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. സബ്മിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. മൂക്കെ കടന്നിരിക്കുക. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ ട്രക്ക് എനിക്ക് പോവാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. വയ്യാത്ത കാരണം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പോരാത്തതിന് -15 ഡിഗ്രി വരെ ഉണ്ടായിരുന്നു തണുപ്പ് ഇന്നലെ. ഈ ഇരുട്ടത്ത് ചുറ്റും സ്നോ ഇങ്ങനെ ഫുള്ള് വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും നടന്നു പോയിട്ടോ. ഞാനാണിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. ശ്വാസം അധികം കിട്ടാത്തത് കൊണ്ട് എനിക്ക് കുറച്ചധികം നേരം ബ്രേക്ക് എടുത്തിട്ടേ നടക്കാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ഗുരുജി. പുള്ളി നമ്മുടെ ടീമിന്റെ ഒരു ഗൈഡാണേ. ഞങ്ങൾ സ്നോ ആയപ്പോൾ വന്നതാണേ ഒരുമിച്ച്. പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞു. വയ്യാത്തോണ്ട്
I'm gonna do it. അങ്ങനെ പയ്യെ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട് ബേസ് ക്യാമ്പിൽ നിന്ന് സമ്മിറ്റിലേക്ക് വരെ എത്താനായിട്ട്. നമ്മളിപ്പോ ഏകദേശം പകുതിയോളം കവർ ചെയ്ത് കഴിഞ്ഞപ്പോ മഞ്ഞ് മാത്രമേ ഉള്ളൂ ചുറ്റും. ഇവിടെ എല്ലാം ഭയങ്കര ഒരു സൈലൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ ട്രെക്കിന്റെ ഒരു ലീഡറിനെ കണ്ടപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, ഒട്ടും വയ്യാത്തതുകൊണ്ട് ഇനി റിസ്ക് എടുക്കണ്ട, സമ്മിറ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല, ഈ ട്രെക്കിലെ ലാസ്റ്റ് ദാബയില് പോയി റെസ്റ്റ് എടുത്തിരുന്നോളാൻ പറഞ്ഞു. പക്ഷെ ഇവിടം വരെ എത്തിയിട്ട് സമ്മിറ്റിൽ കയറാതെ തിരിച്ചു പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. നടന്നുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ എനിക്ക് ഈ സമയത്ത് തന്നെ ഇങ്ങനെ അസുഖം വന്നല്ലോ എന്നുള്ള വിഷമത്തോടെയുള്ള ചിന്തകളുമായിട്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഏതൊരു സമ്മിറ്റ് ട്രെക്കിന്റെയും അവസാനത്തെ ഒരു 10-20% നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുക. കാരണം സമ്മിറ്റിലേക്ക് അടുക്കുന്തോറും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും, സ്ലോപ്പ് കൂടുകയും ചെയ്യും. വേറെ ക്യാമ്പിൽ നിന്നുള്ള കുറച്ചു പേരാണ് കേട്ടോ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ പേര് തിരിച്ചിറങ്ങുന്നതും കാണാം. സമയമില്ലാത്തതുകൊണ്ട് ഈ സമ്മിറ്റ് ട്രെക്കിൽ ആകെ ഉണ്ടായിരുന്ന ലാസ്റ്റത്തെ ദാബയിൽ പോലും റെസ്റ്റ് എടുക്കാൻ നിൽക്കാതെയാണ് ഞാനീ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് സമ്മിറ്റിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ലീഡർ തന്നെ ഈ അവസാന സ്ട്രെച്ചിൽ എൻ്റെ ഈ കൈ പിടിച്ച് കയറ്റുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ശരീരം ഒരുപാട് വീക്കായിട്ടും മനസ്സുകൊണ്ട് ഒട്ടും വിട്ടുകൊടുക്കാതെയാണ് ഞാനിവിടെ എത്തിയത്. കണ്ണട വെച്ചിരിക്കുന്നോണ്ട കരയുന്നത് കാണാത്ത. അങ്ങനെ സബ്മിറ്റിലെത്തിയിരിക്കണം കേട്ടോ. സബ്മിറ്റിലെത്തി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അറിയില്ലാന്ന് സാധനം. സൺറൈസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. And finally, Kedarkam trek is completed. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചുള്ള ട്രെക്ക് തുടങ്ങി. മുകളിലേക്ക് കയറിയതുപോലെ ആയിരുന്നില്ല കേട്ടോ, താഴേക്ക് ഇറങ്ങാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പലയിടത്തും ഇതുപോലെ സ്ലൈഡ് ചെയ്തൊക്കെ ഇറങ്ങാൻ പറ്റും. ഈ നടപ്പ് നേരെ നമ്മുടെ ബേസ് ക്യാമ്പിൽ ചെന്ന് ലഞ്ചും കഴിച്ച് ഉടനെ തന്നെ സാങ്ക്രിയിലേക്ക് നടന്നു തുടങ്ങും. അങ്ങനെ ഇവിടെ വരെ എത്താൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ തിരിച്ചിറങ്ങുവാണേ ഞാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.